എറണാകുളം വൈപ്പിനിൽ യുവാക്കളെ പോലീസ് മർദ്ദിച്ചെന്ന പരാതി. വൈപ്പിൻ സ്വദേശികളായ നിതിനും നെസ്ലനുമാണ് മർദ്ദനമേറ്റത്. സ്വകാര്യ വാഹനത്തിൽ മഫ്തിയിലെത്തിയ ഞാറക്കൽ സ്റ്റേഷനിലെ പോലീസുകാരാണ് മർദ്ദിച്ചതെന്ന് യുവാക്കൾ പറയുന്നു. അമിത വേഗത്തിലെത്തിയ വാഹനം വേഗം കുറയ്ക്കാനായി യുവാക്കൾ കൈകാണിച്ചു. ഇത് ചോദ്യം ചെയ്തായിരുന്നു പോലീസുകാർ മർദ്ദിച്ചതെന്നാണ് പരാതി. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ബീച്ചിൽ ഡോഗ്സിനായിട്ട് നടക്കാൻ പോയി. തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ക്രൗഡായിരുന്നു കുറച്ച്. അപ്പൊ നോക്കുമ്പോൾ ഒരു വൈറ്റ് റെനോൾഡ് കാർ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഓടി വരിക. അപ്പൊ ഇവനിങ്ങനെ കൈവച്ച് ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ ഒരു സ്ലോ ആക്കുക എന്നുള്ള രീതിയിൽ നേരെ വണ്ടി നിർത്തിയിട്ട് നേരെ ഇറങ്ങുന്ന ഈ ആരുടെ പോലീസുകാരുടെ വണ്ടി തടയാന്ന് പറഞ്ഞ് കൈ വലിച്ചിട്ട് ഇവന്റെ ഈ സൈഡിലിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുക്കും. അപ്പൊ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ കിട്ടും ഒരു ഇടിച്ചായിരുന്നു. പിന്നെ അവിടെ വെച്ച് നല്ല ഇടി കിട്ടി. ഈ ഗുണ്ടായിസം കാണിക്കുന്ന പോലെ ഈ ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാ, അവര് കള്ളു കുടിച്ച് ഫിറ്റായിരുന്നു. യൂണിഫോം ഒന്നും ആയിരുന്നില്ല, അവര് സാധാരണ ഡ്രസ്സിൽ ചെരുപ്പൊക്കെ ഇട്ട് വന്നിരിക്കാൻ. അടുത്ത് വന്ന് നിന്നപ്പോൾ നല്ല ആൽക്കഹോളിന്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ഒരാളുടെ പേര് സ്വരാജ്, പിന്നെ ഒരാളുടെ പേര് മിറാഷ്, പിന്നെ ഒരാളുടെ പേര് ശ്രീകാന്ത്. പരാതി ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്, SP കൊടുക്കുന്നുണ്ട്, DGP കൊടുക്കുന്നുണ്ട്. ഷബാസ് അഹമ്മദാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി ഷബാസ്, പോലീസുകാർക്കെതിരെ ഗുരുതര ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. മഫ്തിയിലെത്തിയ പോലീസുകാരാണ് ഇവർ മർദ്ദിച്ചു എന്ന് യുവാക്കൾ പറയുന്നു. എന്താണ് വിശദാംശങ്ങൾ? വിനിത, എറണാകുളത്ത് നിന്ന് വീണ്ടും ഒരു പോലീസ് മർദ്ദനം എന്നൊരു പരാതി ഉയരുകയാണ്. മഫ്തിയിലെത്തിയ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് രണ്ട് യുവാക്കൾ ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത്. ഈ പരാതിക്കാർ പറയുന്നത് പ്രകാരം ഇന്നലെ വൈകുന്നേരം 6:30 ഈ പുതുവൈപ്പ് ബീച്ചിൽ നടക്കാൻ ഇറങ്ങിയതായിരുന്നു യുവാക്കൾ. അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരു സ്വകാര്യ വാഹനം അമിത വേഗത്തിലെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വാഹനം വേഗത കുറയ്ക്കാനായി യുവാക്കളിൽ ഒരാൾ കൈ കാണിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ വാഹനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നുകൊണ്ട് ഞങ്ങൾ പോലീസുകാരാണ്, പോലീസുകാരുടെ വാഹനത്തിനാണോ കൈ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കളിൽ ഒരാളെ ക്രൂരമായി തല്ലുന്നത്. ഇത് തടയാൻ ചെന്ന കൂട്ടുകാരനെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് ഇവരെ ഓടിച്ചിട്ട് അടിച്ചു എന്നടക്കം ഈ യുവാക്കൾ പരാതിയിൽ പറയുന്നുണ്ട്. പിന്നീട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പണമടക്കം പോലീസുകാർ എടുത്തിട്ട് പോയി. അതുമാത്രമല്ല, ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന നെസ്റ്റൻ എന്ന യുവാവിനെ തിരിച്ചു പോകാൻ അനുവദിക്കില്ല എന്നടക്കം ഈ പോലീസുകാർ ഭീഷണിപ്പെടുത്തി. മാത്രമല്ല, സ്റ്റേഷനിലേക്ക് വന്നാൽ ബാക്കി കാണിച്ചു തരാം എന്നടക്കം ഭീഷണിപ്പെടുത്തിയാണ് ഈ പോലീസുകാർ അവിടെ നിന്ന് പോയി എന്നാണ് ഈ യുവാക്കൾ പറയുന്നത്. എന്തായാലും ക്രൂരമായ മർദ്ദനം നടന്നു എന്നാണ് യുവാക്കൾ പറയുന്നത്. എന്തായാലും യുവാക്കൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ രണ്ട് യുവാക്കളെയും എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധം മർദ്ദിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. യുവാക്കൾ DGPക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. മുളവുകാട് സ്റ്റേഷനിലും ഞാറക്കൽ സ്റ്റേഷനിലും യുവാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് നിലവിൽ പരാതി പരിശോധിക്കുകയാണ് എന്നാണ് പറയുന്നത്. യുവാക്കളുടെ മൊഴിയടക്കം വൈകാതെ രേഖപ്പെടുത്തും. ഇതിനുശേഷമായിരിക്കും മറ്റുള്ള നടപടികളിലേക്ക് കടക്കുക എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മഫ്തിയിലെത്തിയ പോലീസുകാർ സ്വകാര്യ വാഹനത്തിൽ വന്നവരാണ് യുവാക്കളെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. വിനിത, ശരി, വ്യക്തമാണ്. ഷബാസ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.